വഖഫ് ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു. ലോക്സഭയിൽ നിന്ന് 21 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരുമാണ് സമിതിയിലുള്ളത്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഈ സമിതിയിൽ ആരൊക്കെയാണ്? ലോക്സഭയിൽ നിന്ന് ആരൊക്കെ, രാജ്യസഭയിൽ നിന്ന് ആരൊക്കെ? ധന്യ, വഖഫ് ബിൽ പരിശോധിക്കാൻ വേണ്ടിയുള്ള പാർലമെന്ററി സമിതി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളാണ് ഇതിൽ അംഗമായിട്ടുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ നിന്ന് 10 MP-മാരും ഈ സമിതിയിൽ അംഗമായിട്ടുണ്ട്. പ്രധാനമായും ലോക്സഭയിൽ 21 അംഗങ്ങളിൽ 12 പേരും NDA പക്ഷത്തു നിന്നുള്ളവരാണ്. അതേസമയം രാജ്യസഭയിലെ 10 അംഗങ്ങളിൽ 5 പേർ ഭരണപക്ഷത്തു നിന്നുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാം, രാജ്യസഭയിലടക്കം ഇത് ചർച്ച ചെയ്യാതെ നേരെ തന്നെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ഉയർത്തിയത്. ഭരണഘടനയെ തകർക്കുവാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം അടക്കം ആരോപിച്ചിരുന്നു. തുടർന്നായിരുന്നു ഇത് സമിതി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. മൊത്തം 31 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 21 പേർ ലോക്സഭയിൽ നിന്നും അതുപോലെ തന്നെ 10 പേർ രാജ്യസഭയിൽ നിന്നും ഈ സമിതിയിൽ അംഗങ്ങളാണ്. അതേസമയം കേരളത്തിൽ നിന്ന് ഇതിൽ കോൺഗ്രസിൽ നിന്ന് ശരി, ലോക്സഭയിൽ നിന്ന് 21ഉം രാജ്യസഭയിൽ നിന്ന് 10 പേരുമാണ് ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുന്നത്. സംയുക്ത പാർലമെന്ററി സമിതിയാണ് വഖഫ് വിഷയത്തിൽ.